Somebody stole my thesaurus. I have no words to describe how disappointed I am. Juice! Hey, welcome back to our Stupid Reacts. I'm Rick. You can follow us on Instagram, Twitter for more juicy content. Thank you to our users on Patreon. Follow us, account, subscribe, and hit the like button. You idiots. What's new, pussycat? What's new, whoa, pussycat? Whoa, whoa. Today we got a, this is a intro to Mammooty's filmography. This is a Mammootty birthday mashup. So it's kind of going over Mammootty as an actor and his career a little bit. Okay. Because I think their intention is to get us to want to watch more Mammootty films. Okay. Everything we've seen of his, to my knowledge, we've enjoyed. I think the first one was the one with the little girl. That was the first thing we'd ever. I think it was actually a Tamil film. Am I wrong there? It started with a P, which is weird because he's a Malayalam actor. Obviously, the LJP one from last year. I was just talking about that one last night with Indrani. We saw the one with the, I think it was Pride and Prejudice remake. Maybe one other that I'm forgetting. But we haven't seen a lot. Everything we've seen of him has been great. Yeah. And he has a new film coming out, right? He does. What is it? Oh no, it's the one that had come out about the court. Something with court in the title. Is it him or Mohanlal that has the one coming out? That's with LGP. Mohanlal. It's Mohanlal. Okay. Anyways, here we go. Our headphones are plugged in. മലയാള സിനിമയുടെ കൂടുതലും സെക്സ് ബേസ്ഡ് ആയിട്ടുള്ള പടങ്ങൾ വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലോ മറ്റു നാടുകളിലോ വൃത്തികെട്ട പടങ്ങൾ എന്നായിരുന്നു അതിന്റെ അർത്ഥം. നല്ല നല്ല പടങ്ങളൊക്കെ വൃത്തികെട്ട രീതിയിലായിരുന്നു അവർ റിലീസ് ചെയ്തുകൊണ്ടിരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെയുള്ള പോസ്റ്റേഴ്സ് ആയിരിക്കും വരുന്നത്. മമ്മൂക്കയുടെ നിറക്കൂട്ട്, ന്യൂഡൽഹി, ഈ പടങ്ങളൊക്കെ വന്നപ്പോൾ ആളുകളെല്ലാം മലയാള സിനിമയെ നോക്കാൻ തുടങ്ങി. അത് മദ്രാസിയിലെ സഫയർ തിയേറ്ററിൽ ഒരു വർഷം അടുപ്പിച്ചു കൊടുത്തു. ആന്ധ്രാപ്രദേശ് മൊത്തം 425 ദിവസം അവിടെ ഓടിയിട്ടുള്ള സിനിമ. ഇവിടെ പലരുടെയും തലയിൽ എഴുതുന്നതും മായ്ക്കുന്നതും ഞാനാണ്. എന്റെ ഈ ഇടത്ത് കാലിന്റെ ഒരു ലിഗമെന്റ് പൊട്ടിയിട്ട് 21 വർഷം. അത് ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് നന്നാക്കിയിട്ടൊന്നുമില്ല. കാരണം ഓപ്പറേറ്റ് ചെയ്ത് ചിലപ്പോൾ ഇനിയും ഞാൻ ചെറുതാവും. പിന്നെ എന്നെ കളിയാക്കാത്ത എനിക്ക് എന്തായാലും സമ്മതിക്കണം. ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ? ഒരു മര്യാദ വേണം. Who are you? Malayalam film industry ke tiger ke lion Mammootty. Nice. കഥ சொல்லிட்டு പോസേ. Once upon a time സംഗതി ഫ്ലാഷ്ബാക്കാ. ഫ്ലാഷ്ബാക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ടാട്ടാ. കളറ കൊടാക്ക് വിഷൻ 3. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. He played Jesus? What is that? Obviously it's the crucifixion story. I didn't know he played Jesus. I want to see that. ചന്ദ്രന്റെ ചേലത്തൊരു സിംഹക്കുട്ടിയായി. Wow. ഒരു സുന്ദരക്കുട്ടൻ ജന്മമെടുക്കുന്നു. മലയാള സിനിമാ രംഗത്തേക്ക് കാല് വയ്ക്കുന്നു. ബാക്കി പറഞ്ഞു. എന്നിട്ട് അവിടെ മുതൽ പിന്നീടെല്ലാം ഹിസ്റ്ററിയാണ്. അതായത് ദൈവം. ഞാൻ പറയുന്നത് മലയാള സിനിമയിലെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടർ മമ്മൂട്ടിയാണ്. മമ്മൂട്ടി എന്ന് പറയുന്നത് അഭിനയത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. മമ്മൂക്കയ്ക്ക് ഒരു റെഫറൻസ് എൻസൈക്ലോപീഡിയാണ്. ലോക സിനിമ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വേഷപ്പകർച്ചയുള്ള നടന്മാരിൽ ഒരാളാണ് ശ്രീ മമ്മൂട്ടി. ഒരു കഥാപാത്രമായി എങ്ങനെ മാറുന്നു, ശാരീരികമായും അഭിനയത്തിന്റെ ശൈലി എങ്ങനെ മാറുന്നതിന്റെ ഒരു റെഫറൻസ് ആണ് മമ്മൂക്ക. നമുക്കൊന്നും ഈ ജന്മത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല മമ്മൂക്ക എല്ലാം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അമ്മാതിരിയാണ്. മമ്മൂട്ടിക്ക് ഒരു ഉദാഹരിക്കാൻ ആരുമില്ല. മമ്മൂട്ടി. അന്ന് വീണ പേര പുണ്യാളാണ്. സ്വയം ആവർത്തിക്കാതെ അതാണ് ഏറ്റവും വലിയ കഷ്ടം. അതിന് കഴിയുന്ന ആരും ഏറ്റവും നല്ല നടന്മാരാണ്. നടൻ ഏറ്റവും പക്വമായി തുലനതയോട് അവതരിപ്പിക്കുന്നതാണ് നല്ല അഭിനയം മമ്മൂട്ടിയാണെന്ന് പറയുന്നത്. മമ്മൂക്കയുടെ കണ്ണ് മാത്രം മതി
എന്തൊരു പവറാണെന്നറിയാം അതിൻ്റെ അകത്ത് എല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ശരീരഭാഷയിൽ ഇമയനക്കങ്ങളിൽ ഇരിപ്പിലും നടപ്പിലും കിടപ്പിലുമെല്ലാം അനുഭവപ്പെടുത്തിയ മമ്മൂട്ടി കണ്ടു എന്റെ കണ്ണ് നടക്കും. അതാണ് ആക്ടർ എന്ന് പറയുന്നത്. മമ്മൂട്ടി ഈസ് എ വെരി ടാലന്റഡ് ആക്ടർ. അമരം കഥാപാത്രത്തില് എന്റെ ഡയലോഗ് ഇത്രയും നന്നാവാൻ ഒരു വോയിസ് കൺട്രോളാണ് ഇങ്ങനെ. ലോകി സാർ, എനിക്ക് തന്നൊരു പാഠം, മമ്മൂട്ടി സാറിന്റെ സിനിമകളൊക്കെ വിഷ്വൽ ഓഫ് ചെയ്തിട്ട് ശബ്ദം ഇങ്ങനെ കണ്ണടച്ച് കേൾക്കുക. ഒന്ന് കണ്ണടച്ചാൽ ഞാൻ മലയനോട് തൊടുത്തു മരിച്ച എന്റെ അച്ഛൻ ആദ്യം തന്നെ എന്നെ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവെക്കുമ്പോൾ കൈവറച്ച ഗുരുനാഥൻ പിന്നെ തോൽപ്പിച്ചു. പൊന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോ മോഹിച്ച പെണ്ണു എന്നെ തോൽപ്പിച്ചു. ജനങ്ങൾ, ഇവരുടെ ചിലവിൽ മേലിൽ ഒരു ആർഭാടവും നിനക്ക് പാടില്ല ജയകൃഷ്ണൻ. ஜோக் அடிக்கிறாரு, பேசுறாரு, சிரிக்கிறாரு, என்ன சிரிக்க வைக்கிறாரு, எல்லாரும் சிரிக்கிறாங்க. ഭാഗ്യത്തിന് എന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്. ആ കത്തിയെടുത്ത് ഞാൻ പോത്തിന് മുമ്പിൽ ഇങ്ങനെയാണ് എന്റെ കത്തിയെ തൊട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടിനെ പള്ളക്കുന്നു പോയി. ഒരു വെടിക്ക് രണ്ട് പുലിന്ന് പറയുന്നേ. ക്ലാപ്പ് ബോർഡ് വെച്ച് ക്ലാപ്പ് അടിച്ചെടുക്കുമ്പോൾ ഫുൾ ഇമോഷൻ. அந்த ஒரு ക്ലാപ്പ് അടിக்கிற ஒரு സെക്കൻഡിൽ ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഞാനങ്ങനെ ഇല്ലാണ്ടായി പോലെ. அவருடைய தனியாவர்த்தனத்தின் ரசிகன் நானும் இவருமே பேசியிருக்கேன் இந்த படத்தை பண்ணணும்னு. அந்த சினிமாவை இன்னைக்கு பார்த்தாலும் நான் எழுதுருவேன். அந்த மாதிரி ஒரு அற்புதமான படம். അതിൽ ഒരു അധ്യാപകൻ ഒരു കാരപ്പുണ്ട്. ചേട്ടൻ്റെ സജഷൻ ഏത് നടനായിരുന്നു പെട്ടെന്ന് ഞാൻ പറയും മമ്മൂട്ടി. ഉടനെ ചോദിച്ചു മോഹൻലാലാണെങ്കിലും സ്റ്റുഡന്റ് പോലും ആകുകയാണ്. ലോകത്തിലെ ഒരു 10 നല്ല ഏറ്റവും പ്രഗത്ഭന്മാരായ നടന്മാരെ, ഒരു 10 നടന്മാരെ എടുത്താൽ അതിലൊന്ന് മമ്മൂട്ടിയാണ്. ഗംഭീരമായ ശബ്ദം, ആകാര സൗഷ്ഠവം, ഭാഷയുടെ വ്യാകരണത്തെ കുറിച്ചുള്ള വ്യക്തമായ ബോധം, ഉച്ചാരണ ശുദ്ധി, ശബ്ദത്തിലെ ആരോഹണ അവരോഹണ, ആംഗികം, ആഹര്യം, വാച്യം എന്നീ അഭിനയ സങ്കേതങ്ങൾ ഗ്രഹീത നടൻ മമ്മൂട്ടിക്കുണ്ട്. ഇതിഹാസ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുവാൻ മലയാള സിനിമയിൽ ശ്രീ മമ്മൂട്ടി അല്ലാതെ മറ്റൊരു വ്യക്തിയില്ല എന്നുള്ളത് പത്മശ്രീ ഭരത് മമ്മൂട്ടിക്ക്. കേരളത്തിൽ അങ്ങേറ്റം ഇങ്ങേറ്റമുള്ള സ്ലാങ് ചെയ്യാൻ മമ്മൂട്ടിക്ക് കഴിയും. മോഹൻലാൽ പോലും മമ്മൂട്ടി പറഞ്ഞ തൃശ്ശൂർ ഭാഷയുടെ അടുത്തൊന്നും വന്നിട്ടില്ല. അങ്ങനെ പലരും ഫ്രാൻസിനെ തോൽപ്പിച്ചിട്ടുണ്ട്. നോണ പറഞ്ഞിട്ടും വാക്കെന്ന് കൊതിപ്പിച്ച് പിന്നെ മാറ്റി പറഞ്ഞിട്ടും കണ്ണു തിരിച്ചപ്പോ കട്ടോട്ടൊക്കെ തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. പാട്രിയാർക്കാണ്, കുലപതിയാണ്. ഈ മീശ മുടക്കാത്ത പ്രായത്തിലെ പട്ടാളക്കാരന്റെ യൂണിഫോം ഇട്ടവനാ ഞാൻ. അണക്ക് ബളം വീഴ്ച തോന്നുന്നു. പറഞ്ഞതനുസരിക്കുന്ന ഇനി എന്നോട് കളിക്ക വന്നാൽ നിന്റെ വെട്ടി വെടി കുസാൽക്ക് മുന്തിരിങ്ങ കുസാൽക്ക് നാരങ്ങ ഒപ്പിട. എന്റെ ഒടേതമ്പരാനെ ഞാൻ എന്താണ് ഈ കേക്കണത്? പുസ്തകത്തിന് പുസ്തകം, കുപ്പായത്തിന് കുപ്പായം, 35 ബെല്ലും പാള ബെൽറ്റും സ്വർണ്ണ പല്ലും. ആ അഹങ്കാരമുണ്ട്, സത്യ. എന്നെ പറ്റി പരക്കെ അങ്ങനെ ഒരു പരാതി ഉണ്ട്. അല്ല സാറേ, ഞങ്ങൾക്ക് കുറച്ചുകൂടെ സമയം തന്നു. അയ്യോ, അത് തെറ്റല്ലേ സാറേ. നമ്മ എറണാകുളത്ത് ജനിച്ചു വളർന്നവരാണെങ്കിലും എറണാകുളത്തെ എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടില്ലല്ലോ. ഓ, അതിനൊക്കെ ഒന്നും ഇല്ലെന്നേ. പത്തനംതിട്ട ജില്ലക്കാരൻ. സാറിന്റെ മദർ ഹൗസിന്റെയും നമ്മുടെ ക്യാപ്റ്റൻ രാജുചേട്ടൻ്റെയൊക്കെ ഏരിയ കഴിഞ്ഞ് അങ്ങ് പോകണം. ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്നു കരിസ്മ എന്നുള്ളത്, ആകർഷണീയത്വം. സിനിമയുടെ ഒരു ഭാഗമാകുന്നതിന് മുൻപ് അന്നും എൻ്റെ മനസ്സിൽ ഞാൻ എന്തെഴുതിയാലും മമ്മൂട്ടി. പുഴയല്ല സായിപ്പേ, പുഴ, പൂവമ്പഴത്തിനിഴ, അമ്പലപ്പുഴ. എന്താ വഴങ്ങോ തന്നെ താവിന്? അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. അഴിച്ചിട്ടിരിക്കുന്ന മുണ്ടുണ്ടല്ലോ, അതെടുത്ത് അന്തസ്സായിട്ട് ആണുങ്ങളെ പോലെ മടക്കി കുത്താറുണ്ട്. ഒരു തടവ് പുതച്ച ആയുധത്തെ മറുപടി എടുക്കണം. രാജാ സയ്യർദാ സൊൽവാ സുത്തകാന്താരമനെ മാട്ടിനി സുത്തകാന്താരമനി പലിക്ക് സർക്കാരിന്റെ കുത്തികകൾ കുണിക്ക തയ്യാറ്. It is within my power to refuse to live under these humiliating conditions. മമ്മൂട്ടിയെ കൊണ്ടല്ലാണ്ട് ആരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ആക്ടിംഗിലാണ് മാസ്റ്റർ പറഞ്ഞത് മമ്മൂട്ടിയിലാണ്. അതവന്റെ അല്ല. നരസിംഹമൻ നാടിയാരുടെ ഭാര്യയായിരിക്കാൻ നിനക്ക് സമ്മതമാണ്?
நாமறிந்த நடிகரிலே മമ്മൂട്ടി പോൽ എന്ന് നാങ്ങൾ തമിഴിൽ சொல்ல வேண்டும். മമ്മൂക്കയ്ക്ക് മുമ്പ് ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിട്ടില്ല, മമ്മൂക്കയ്ക്ക് ശേഷം ഉണ്ടായിട്ടില്ല. നല്ലൊരു പെർഫോമർ. India's greatest actors of all time. India's one of the finest actor. ഭയങ്കര പേഴ്സണാലിറ്റി. Great talent. He's a brilliant actor. Obviously he was amazing. തലമുറകളുടെ താരമാണ്. One of my all-time favorite. ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് മമ്മൂട്ടി. A fantastic actor. One of the best actor in the world. I'm a big fan of Mammootty sir. I'm a huge fan of Mammootty. The Sultan of cinema. Mammootty uncle. ഞാൻ ഭയങ്കര വലിയൊരു മമ്മൂക്ക ഫാനാണ്. മമ്മൂട്ടി ഭയങ്കര ഇഷ്ടമാണ്. Mammootty sir. Has been one of my favorite actors. I'm a huge fan of മമ്മൂക്ക. മമ്മൂട്ടി സിന്ദാബാദ്. അപ്പൊ നീ എന്താ തീരുമാനിച്ചത്? മമ്മൂട്ടിക്ക് എങ്ങനെയാണ് ഇത്രയേറെ ചാൻസ് ഉള്ളത്? ആർത്തി കാശിനോടല്ല. ഈ കാലയളവിൽ ഏതാണ്ട് 50 കോടിയോളം രൂപ പാവപ്പെട്ടവർക്ക് കൊടുത്തിരിക്കുന്നു. സാമ്പത്തികം മുടക്കിയുള്ള ഒരാദരവും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു മനസ്സുകൊണ്ടാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലെത്തുന്നത്. ലക്ഷത്തിൽ ഒരാൾക്ക് പടച്ചോൻ അവന്റെ മനസ്സ് കൊടുക്കും. സാറ് ഞങ്ങളുടെ ദൈവമാണ്. ഇപ്പോഴാണ് നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനാവുന്നത്. വിളിച്ചോളൂ. മലയാള സിനിമയുടെ അപ്രഖ്യാപിത ദൈവമാണിവർ. കഥ ഇനി അവസാനിച്ചിട്ടില്ല. നീ ചെകുത്താൻ വേദബോധം എന്നത് കേട്ടിട്ടുണ്ടോ? എസേക്കിയേൽ 25:17 പഴയ നിയമം. That was a great compilation. The love that Indians give their stars is unmatched. You never see a Hollywood star get a. I mean, maybe there might be. Obviously, there's some fans out there, but like not like one. These are every year on their birthday or on the release of a film, or there's people always just making stuff for their favorite star, regardless of language. They're all over. It's just. That's one thing that struck me is that it's an unmatched love that Indians have for their stars. But it was also a great compilation, a bunch of stuff that I'd be interested in watching just based off of that. Yeah, and I really loved the voice compilation to hear the different voice characters he's created. That was cool. Yeah. That was cool. And obviously you guys can tell us if he did well in them, obviously. The languages and the slangs. Good night. Because there's so many slangs in India. Like just off of your language, there's a slang over here. I mean, that's the same everywhere, but like, it feels like it's like England has really a ton. Distinct. Oh, yeah, they do. England has a ton, but they're not the size of India. So, yeah, and to nail those things, that's just obviously very impressive. Obviously, I'm sure it's just like for us here. If you hear a Boston accent, it's so different to a Californian accent, to a Texas, to a Alabama, northeastern kind of stuff, you know. That was epic. I can really hear my kids screaming. So can I. Headphones. It's actually kind of weird. Since we've gotten headphones, you can hear so much more going on out there than we used to. Yeah. You guys can let us know what the next Mammootty film should be. A lot of them looked I didn't know he played Christ in a film. That was seriously kind of insane. They look like I want to see that. They look like we're telling the Passion of the Christ story. Right? Yeah. It also kind of sucks. I love deep diving into actors' roles. So people ask me all the time, hey, if I wanted to get introduced to Daniel Day-Lewis, what should I do? I'll rattle off 4 or 5 films. And the best thing you can do really to discover the depth of an actor like him or Meryl Streep, for example, is to just watch them back to back to back to back so that the character they just portrayed is still fresh in your mind when you watch them portray a new character. That's one of the downfalls of just the amount of stuff we have to watch is that we'll see 3 films of a legend over 4 years. Yeah. And you don't have that fresh
remembrance of how different they were in a film prior when you see their next film. Yeah, because obviously we react to every language, and every language and industry has their own stars. Yeah. And new films come out, and those take priority. Yeah. And so it's like if we did people are like, oh, why don't you just do a Big B month? And be like, well, because other languages stuff watch happens. our channel. And Yeah. there's other stars, and then we'll be like, you just bother bootlickers. And then if we do like a Rajakanth month, they'll be like, oh, you just react to South stuff. You know? You can't win. You try to balance it, but I fail. Anyways, it's kind of like taking someone to Disneyland and them saying, hey, why don't you focus on all the details of the Jungle Cruise? It's a lot more for us to see and experience over here. It's true. Anyways, let us know what the next Mammootty film that we should watch is down below. Just